ഈ ഡയബിൾ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമുക്ക് റെഫറൻസ് വെച്ചിട്ട് എനി കളേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു എക്സ്പേർട്ട് ഡയറോ അല്ലെങ്കിൽ അങ്ങനെ കോമ്പിനേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫാക്റ്റ് കൂടി പറയാം. നമ്മൾ ഈ കളേഴ്സ് റെഫറൻസ് എടുക്കുന്നതായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ഹാൻഡ് ഡൈ എന്ന് പറയും. ഹാൻഡ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കളറ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു മെഷീനിലെ പ്രോസസ്സല്ല, അതായത് കറക്റ്റ് കാൽക്കുലേഷൻ ഉള്ള പ്രോസസ്സല്ല. ഇതിലൊരു പ്ലസ് ഓർ മൈനസ് കുറച്ചൊക്കെ വേരിയേഷൻസ് വരാം. കാരണം ഇപ്പം ഇന്നത്തെ ഒരു ഡേ ലൈറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു റൂം ലൈറ്റ് അത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അടുത്ത ദിവസം ചിലപ്പോൾ അത് തന്നെ കിട്ടണമെന്നില്ല. ഇപ്പോൾ കുറേ പേര് എനിക്ക് ഓൺലൈനിൽ പറയുന്ന ഒരു ചെറിയ ഡൗട്ടാണ്, അവരുടെ കളർ എക്സാക്റ്റ് ആണോ അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും എനിക്ക് തോന്നണില്ല ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത് ഇന്ന കളറാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ എൻ്റെ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ കളർ കൊടുത്തു, എനിക്ക് ഈ കളർ തന്നെ ഡെവലപ്പ് ചെയ്ത ആൾ തരും, അത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോ കാണുകയാണ്, നമ്മളെ വീട്ടിലെ ഒരു 5 ഫോണിൽ നിങ്ങൾ ഇതേ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി 5 കളറായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു മാനുവലി ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഞാനത് എപ്പോഴും പലപ്പോഴും പലരോടും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിൽ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ, അതും പറയാം. അതായത് കുറച്ചൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങിയാൽ നമ്മൾ എന്താ പറയുക ഓക്കെ ആയിരിക്കും. പക്ഷേ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ തന്നെ പോയി പലരും പറയും ആ ലൈറ്റിൽ തന്നെ വാങ്ങി, പുറത്തിറങ്ങിയപ്പോൾ ഇതല്ല കളറിന്. ഇത് തന്നെയാണ് സത്യം. അതായത് നമുക്ക് സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാവും, ഇപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാണുന്നതിന് ചെറിയൊരു വ്യത്യാസം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സീൻ ഉണ്ടാവില്ല. ഇനി അല്ല അത്രയും അതായത് ഇപ്പോൾ കളറിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ളവർ ഒരിക്കലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുക. കാരണം പ്രത്യേകിച്ച് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്കത് മാറ്റാമെന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ചും കൂടിയും അത്ര ആഗ്രഹമുള്ളവർ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നൊരു സ്കീമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. അല്ല നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി, നല്ലൊരു കളർ, എന്തായാലും അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരിക്കലും നിരാശരാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചും കൂടിയും അവർക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കൂടുതലാണ്. കാരണം ഒരുപാട് ഓൺലൈൻ പേജസ് ഉണ്ട്. അവരൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു കളർ വേരിയേഷൻ ഫോട്ടോൻ്റെ എടുക്കുന്ന ആളുടെ അതുപോലെ ഡിസ്പ്ലേയുടെ ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് കുറച്ചും കൂടി ഉൾക്കൊണ്ട് നമ്മൾ ഈ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും.